ഡിസംബറിന്റെ മഞ്ഞു വീണ വഴിയിലൂടെ ഒരു വെളുത്ത താടിക്കാരൻ ചുവന്ന കുപ്പായവും തൊപ്പിയും ധരിച്ച് നിഷ്കളങ്കമായ പുഞ്ചിരിയും കൈനിറയെ സമ്മാനങ്ങളുമായി നടന്നു വരുന്നില്ലേ? ഡിസംബറിന് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത പ്രതീകമാണ് അത്. പേര് സാന്റാക്ലോസ്. ഇങ്ങനെ ഒരു കഥാപാത്ര ചിത്രീകരണത്തിന് പ്രേരണയും പ്രചോദനവുമായി മാറിയ ഒരു യഥാർത്ഥ വ്യക്തിയുണ്ട്. അതത്രേ ബാരിയിലെ വിശുദ്ധ നിക്കോളാസ്. മൈറയിലെ വിശുദ്ധ നിക്കോളാസ് എന്നും അറിയപ്പെടുന്നു. വളരെ കുറച്ച് വിവരങ്ങളെ അദ്ദേഹത്തിന്റെ ജീവിതവുമായി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവ തന്നെ എത്രത്തോളം ആധികാരികമാണെന്നും അറിയില്ല. അതെന്തായാലും നിരവധി കഥകൾക്ക് അദ്ദേഹം കാരണക്കാരനായിട്ടുണ്ട്. ഏഷ്യ മൈനറിലെ ലൈസിയയിലെ പതാരയിൽ സമ്പന്നരായ ക്രൈസ്തവ ദമ്പതികളുടെ മകനായിട്ടാണ് നിക്കോളാസ് ജനിച്ചത്. ചെറുപ്പം മുതൽക്കേ ദരിദ്രരോട് ദീനാനുകമ്പയുള്ള വ്യക്തിയായിരുന്നു. മാതാപിതാക്കൾ മരിച്ചുപോയപ്പോൾ അവരുടെ സ്വത്ത് മുഴുവൻ പാവങ്ങൾക്കായി അദ്ദേഹം വിതരണം ചെയ്തു. മൈറയിലെ ബിഷപ്പായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ പിന്നിലുള്ള കഥ ഇങ്ങനെയാണ്. പ്രാദേശിക മെത്രാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള ആലോചനകൾ നടന്നു. അന്നേ ദിവസം പള്ളിയിൽ ആദ്യമെത്തി പ്രാർത്ഥിക്കാൻ വരുന്ന വൈദികനായിരിക്കും അടുത്ത മെത്രാൻ എന്നായിരുന്നു അവരുടെ തീരുമാനം. ഇതൊന്നും അറിയാതെ പള്ളിയിൽ പ്രാർത്ഥിക്കാനെത്തിയ നിക്കോളാസിനെ അവർ സ്ഥലത്തെ മെത്രാനായി തിരഞ്ഞെടുക്കുകയായിരുന്നു. ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് അദ്ദേഹം മതപീഡനത്തിന് ഇരയാകുകയും തടവിലാക്കപ്പെടുകയും ചെയ്തു. പിന്നീട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്താണ് അദ്ദേഹം മോചിതനായത്. ബാരിയിലെ നിക്കോളാസിനെ പ്രശസ്തനാക്കിയ കഥ മറ്റൊന്നാണ്. ആ പ്രദേശത്ത് ഒരു ദരിദ്ര മനുഷ്യനും അയാൾക്ക് 3 പെൺമക്കളും ഉണ്ടായിരുന്നു. ശോചനീയ അവസ്ഥ ആ പെൺകുട്ടികളെ ചിലപ്പോൾ വേശ്യാവൃത്തിക്ക് നിർബന്ധിതരാക്കിയേക്കുമെന്ന് ഭയന്ന നിക്കോളാസ് അവരെ സഹായിക്കാൻ തീരുമാനിച്ചു. എന്നാൽ പരസ്യമായി സഹായം നൽകി അവരുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്താനും അദ്ദേഹം തയ്യാറായിരുന്നില്ല. വലതുകരം കൊടുക്കുന്നത് ഇടതുകരം അറിയരുതെന്ന് നിർബന്ധമുണ്ടായിരുന്ന അദ്ദേഹം അവരെ സഹായിക്കുന്നതിനായി ഒരു ദിവസം രാത്രിയിൽ സ്വർണ്ണ നാണയങ്ങൾ നിറച്ച ഒരു കിഴി ജനാലയിലൂടെ വീട്ടിലേക്ക് എറിയുകയും അത്ഭുതകരമായി കിട്ടിയ പണം ഉപയോഗിച്ച് കുടുംബനാഥൻ മൂത്ത മകളുടെ വിവാഹം നടത്തുകയും ചെയ്തു. ഇതുപോലെ തന്നെ രണ്ടാമത്തെ മകളുടെ ജീവിതത്തിലും സംഭവിച്ചു. അതോടെ ആ കുടുംബനാഥന് തന്നെ ആരോ രഹസ്യമായി സഹായിക്കുന്നതാണെന്ന് മനസ്സിലായി. രാത്രിയിൽ ഉണർന്നിരുന്ന അദ്ദേഹം 3ാം തവണ എത്തിയപ്പോൾ നിക്കോളാസിനെ പിടികൂടുകയും മുട്ടുകുത്തി നിന്ന് നന്ദി പറയുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും പുറത്താരും അറിയരുത് എന്നായിരുന്നു നിക്കോളാസിന്റെ അഭ്യർത്ഥന. രഹസ്യമായി ദാനം ചെയ്ത നിക്കോളാസ് അങ്ങനെ ക്രൈസ്തവ സാഹിത്യത്തിലും കലയിലും സവിശേഷമായ വിധത്തിൽ ഇടം പിടിക്കുകയായിരുന്നു. നിക്കോളാസിന്റെ രഹസ്യ ദാനശീലത്തെ പ്രതീകാത്മകമായി അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെ ആവിഷ്കരിച്ചിട്ടുമുണ്ട്. വിശുദ്ധ നിക്കോളാസിന്റെ മരണത്തിന് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ ജീവിതകഥ ലോകമെങ്ങും പ്രചരിച്ചു തുടങ്ങിയത്. ഡച്ചുകാർ അദ്ദേഹത്തെ സിന്റർക്ലാസ് എന്നാണ് വിളിച്ചിരുന്നത്. 17ാം നൂറ്റാണ്ടിൽ ഡച്ചുകാർ അമേരിക്കയിലേക്ക് കുടിയേറിയപ്പോൾ അവർ അവിടെ സിന്റർക്ലാസ് ആചാരവും പ്രചരിപ്പിച്ചു. അത് ക്രമേണ സാന്താക്ലോസായി പരിണമിക്കുകയായിരുന്നു.